ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ-സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ആട്രിബ്യൂട്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൈ-സ്ക്വയറിൻ്റെ ബേസിക് തിയറി അല്ലെങ്കിൽ ബേസിക് ഫോർമുല പഠിച്ചിരിക്കണം. ബേസിക് ഫോർമുല ഫോർ കൈ-സ്ക്വയർ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x² = സം ഓഫ് o മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ. ഇതാണ് ബേസിക് ഫോർമുല. കൈ-സ്ക്വയർ നമുക്ക് ഏത് സെക്ഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നമുക്ക് പല ഡിഫറെൻറ്റ് വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോഡലേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് വരും. അത് പലതും പല ഡിഫറൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ പല പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരും. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗിവൺ ഡാറ്റാസ് വരും. ചിലപ്പോൾ അത് ഒരു സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ആ തരുന്ന ഡാറ്റാസ് നമ്മൾ വേണ്ട രീതിയിൽ, അതായത് നമ്മൾ ഈ കൈ-സ്ക്വയർ ടെസ്റ്റിൽ ചില ഫോർമുലാസ് ഹൈപ്പോസിസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ മനസ്സിലാവില്ല. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവാൻ നമുക്കൊരു എക്സാമ്പിളോട്ട് കിടക്കാം. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ എങ്ങനെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് പ്രൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഐഡിയ മനസ്സിലാവും എങ്ങനെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് ആപ്ലിക്കേഷൻ നടത്തേണ്ടതെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് കൈ-സ്ക്വയർ ടെക്നിക്ക്. എന്നിരുന്നാൽ പോലും നമ്മുടേതായിട്ടുള്ള ഓരോ സൈക്കിക് ആയിട്ടുള്ള തിങ്കിങ് വേണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ കുറച്ചും കൂടി നമ്മൾ ബ്രെയിൻ വൈസ് തിങ്ക് ചെയ്യേണ്ടതുമാണ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ആൻ ആൻറ്റി മലേറിയൽ ക്യാമ്പയിൻ ഇൻ ഇന്ത്യ, ക്യുനൈൻ വാസ് അഡ്മിനിസ്റ്റേർഡ് ടു 500 persons ഔട്ട് ഓഫ് എ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് 2000. ദ നമ്പർ ഓഫ് ഫീവർ കേസസ് ഈസ് ഷോൺ ബിലോ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ്, ക്യുനൈൻ, നമ്പർ ഓഫ് ക്യുനൈൻ, ഫീവർ, നോ ഫീവർ, പിന്നെ ടോട്ടൽ. പിന്നെ അത് ഡാറ്റാസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. 20, 480, 100, 1400. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഡിസ്കസ് ദ യൂസ്ഫുൾനെസ് ഓഫ് ക്യുനൈൻ ഇൻ ചെക്കിംഗ് മലേറിയ. ക്യുനൈൻ എന്ന് പറഞ്ഞ ഡ്രഗ് മലേറിയ പോലുള്ള അസുഖത്തിന് എത്രത്തോളം ഫലവത്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിലൂടെയും ഈ ഡാറ്റാസിലൂടെയും കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഡാറ്റാസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കൈ-സ്ക്വയർ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോസിസ് ഓഫ് ക്യുനൈൻ ഈക്വൽ ടു നോട്ട് എഫക്റ്റീവ് ഇൻ ചെക്കിംഗ് മലേറിയ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹൈപ്പോസിസ് എഴുതി, അപ്പം ഇനി അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എഴുതുക. സോ അതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോസിസ് ക്യുനൈൻ നോട്ട് ഈക്വൽ ടു നോട്ട് എഫക്റ്റീവ് ഇൻ ചെക്കിംഗ് മലേറിയ. ഇനി നമുക്ക് നേരത്തെ തന്ന ഗിവൺ ഡാറ്റ, ക്വസ്റ്റ്യനിൽ കണ്ട ഗിവൺ ഡാറ്റ നമുക്ക് ഇവിടെ അതേപടി എഴുതാം. അപ്പോൾ അതിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വരുന്നുണ്ട്, ക്യുനൈൻ എന്താണെന്ന് വരുന്നുണ്ട്, നോൺ ക്യുനൈൻ വരുന്നുണ്ട്. അതിൻ്റെ അതിൽ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ടോട്ടൽ വാല്യൂ ഇടാം. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് കോളം എഴുതി, ഇനി റോസിൽ ഫീവർ, നോ ഫീവർ ആൻഡ് ടോട്ടൽ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് അതുപോലെ തന്നെ എഴുതുക. 20, 480, 100, 1400. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ടോട്ടൽ ഉണ്ടതാണ്. 480 + 20 എത്രയാണ്? 500. 100 + 1400, 1500 കിട്ടും. അതുപോലെ തന്നെ 20 + 100, 120. 480 + 1400, 1880 കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ ഡബിൾ വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2000. രണ്ട് സൈഡിൽ നിന്നുള്ള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 ഇടാം. അതായത് കോളം വൈസുള്ള ടോട്ടൽ ആഡ് ചെയ്താലും റോ വൈസുള്ള ടോട്ടൽ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഒറ്റ പോയിൻറ്റ് 2000 ആണ്. ഇനി നമുക്ക് കൈ-സ്ക്വയറിൻ്റെ ബേസിക് ഫോർമുല ഇട്ട് കിടക്കാം. കൈ-സ്ക്വയർ = സം ഓഫ് o മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ. ഇതിനകത്ത് ഇൻ്റെ വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RT × CT ഡിവൈഡഡ് ബൈ N. RT എന്ന് പറഞ്ഞാൽ റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ദ ഹോൾ ഡിവൈഡഡ് ബൈ N. നമുക്കിവിടെ N എന്ന് പറയുമ്പോഴേക്കും ആ ഹോൾ ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ N ഇവിടെ വാല്യൂ കൊടുക്കേണ്ടത് 2000 ആണ്. സോ നമുക്ക് 4 ഒബ്സർവ്ഡ് വാല്യൂ ഉണ്ട് ഇവിടെ. അതായതൊക്കെയെന്ന് വെച്ചാൽ 20, 100, 480, 1400. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാത്തിനും 4 വാല്യൂ ഇട്ട് കൊടുക്കുക. 20ക്ക് 1, 100ന് 2, 480ക്ക് 3, 1400ന് 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കുക. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോഴേക്കും 20 ആണ്. അപ്പോൾ E = RT × CT / N എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ 20യുടെ പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ആദ്യം 6 എടുക്കുമ്പോൾ 120. അതുപോലെ തന്നെ കോളം വൈസ് എടുക്കുമ്പോഴേക്കും അവിടെ ടോട്ടൽ വരുന്നത് 500. സോ 120 × 500. ഇനി ബൈ N ആണ്. നമുക്ക് N കിട്ടിക്കുന്ന വാല്യൂ എത്രയാണ്? 2000. സോ 2000 ഇടുക. ഇനി അതിൻ്റെ ടോട്ടൽ എത്രയെന്ന് നോക്കുക. 120 × 500 ഡിവൈഡഡ് ബൈ 2000 കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 30 ആണ്. നമുക്ക് സെക്കൻഡ് എടുക്കുക. സെക്കൻഡ് ഇട്ടിരിക്കുന്നത് നമുക്ക് 100 ആണ്. സോ 100ൻ്റെ കോളത്തിൽ എത്ര വാല്യൂ വരുന്നത്? 120. 120 ×
1500 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2000. അപ്പോൾ എത്ര വാല്യൂ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ കിട്ടുന്ന വാല്യൂ നമുക്ക് 90 കിട്ടുന്നത്. ഇനി അതുപോലെ തേർഡ് കോളം കൊടുക്കുക. തേർഡ് കോളം നമുക്ക് 480 ആണ് ഒബ്സർവ്ഡ് വാല്യൂ. 480യുടെ റോയിൽ 1880 വരുന്നത് ഇൻറ്റു കോളം നോക്കുമ്പോഴേക്കും 500. സോ ഡിവൈഡഡ് ബൈ 2000. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 470 ആണ് കിട്ടുന്നത്. അതിന് ലാസ്റ്റ് കോളം നോക്കുക 1400. അപ്പോൾ ആ കോളത്തിൽ നോക്കണമെങ്കിൽ 1800 ഇൻറ്റു 1500 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2000 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1410. സോ നമുക്കിപ്പോൾ 4 എക്സ്പെക്റ്റഡ് വാല്യൂസും കിട്ടി. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 30, 90, 470 ആൻഡ് 1410. ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അതായത് കാൽക്കുലേഷൻ ഓഫ് കൈ സ്ക്വയർ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് 5 കോളങ്ങളായിട്ട് വരയ്ക്കാം. എന്തൊക്കെയെന്ന് വെച്ചാൽ ഒബ്സർവിന് വേണ്ടി ഒരു കോളം, എക്സ്പെക്റ്റഡ് വാല്യൂസ് O-E. നെക്സ്റ്റ് കോളത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ O-E ദ ഹോൾ സ്ക്വയർ. പിന്നെ ലാസ്റ്റ് ഫൈനലിൽ O-E ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഈ ഒരു ടേബിളിലാണ് വരുന്നത്, ഈ ഒരു കോളത്തിലാണ് വരുന്നത്. അപ്പോൾ ഒബ്സർവ്ഡ് വാല്യൂ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ ഒബ്സർവ്ഡ് വാല്യൂ എന്തൊക്കെയാണ്? 4 എണ്ണമില്ലേ. അപ്പോൾ അത് എഴുതുക. ഒബ്സർവ്ഡ് വാല്യൂ കോളത്തിലേക്ക് 20, 100, 480 ആൻഡ് 1400. അപ്പോൾ 4 വാല്യൂ നമ്മൾ ഒബ്സർവ്ഡിൻ്റെ കോളത്തിലേക്ക് ഇട്ട്. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡിൻ്റെ കോളമാണ്. എക്സ്പെക്റ്റഡിൻ്റെ കോളം നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതെന്ന് കിട്ടിയ റിസൾട്ടാണ്. ഓരോ കോളത്തിലും അതിൻ്റേതായിട്ടുള്ള ഇതിനകത്ത് 20യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ 30. അപ്പോൾ എക്സ്പെക്റ്റഡിൻ്റെ കോളത്തിൽ 20യുടെ അപ്പുറത്ത് 30 ഇടുക. 100ന് നമുക്ക് കിട്ടിയത് 90 ആണ്. സോ അവിടെ 90 കൊടുക്കുക. അതുപോലെ 480ക്ക് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 470 ആണ്. സോ നമുക്ക് അവിടെ 470 ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളത്തിൽ നമുക്ക് കിട്ടിയേക്കണ വാല്യൂ എന്ന് പറഞ്ഞാൽ 1410 ആണ്. സോ നമ്മൾ 4 കോളത്തിലും എക്സ്പെക്റ്റഡ് വാല്യൂസ് ഇട്ട് കഴിഞ്ഞ് ഇനി O-E എത്ര നോക്കുക. സോ 20 - 30 -10, 100 - 90 നമുക്ക് 10 കിട്ടും. 480 - 470 10, 1400 - 1410 എന്ന് പറയുമ്പോൾ -10. സോ നമുക്ക് ഇനി ഇതിൻ്റെ ഹോൾ സ്ക്വയർ നോക്കാം എത്ര കിട്ടുമെന്നുള്ളത്. അപ്പോൾ -10ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 100 കിട്ടണം. അതുപോലെ തന്നെ ഈ 4 കോളത്തിലും 100 ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് വളരെ ചുരുക്കം റെയർ കേസുകളിൽ മാത്രമേ ഇങ്ങനെ സെയിം ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. ആ സമയത്തെല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലോട്ട് ഇറക്കുക. O-E ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. സോ 100 ഡിവൈഡഡ് ബൈ 30 എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. 3.33 ആണ് 100 ഡിവൈഡഡ് ബൈ 30ലേക്ക് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 100 ഡിവൈഡഡ് ബൈ 90 നമുക്ക് 1.11 കിട്ടുകയും 100 ഡിവൈഡഡ് ബൈ 470 നമുക്ക് 0.21 കിട്ടുകയും 100 ഡിവൈഡഡ് ബൈ 1410 നമുക്ക് കിട്ടുന്ന വാല്യൂ 0.07. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചെയ്യേണ്ട കൈ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണ്. നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ അതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് 4.72 നമുക്ക് കിട്ടും. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണ കൈ സ്ക്വയർ വാല്യൂ. ഇപ്പോൾ ഇതോടെ നമുക്ക് സ്റ്റെപ്പ് 3 ആണ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യം ഹൈപ്പോത്തിസിസ് കണ്ടുപിടിച്ച് അതുപോലെ ഗിവൺ ഡാറ്റ നമ്മൾ സോൾവ് ചെയ്ത് എക്സ്പെക്റ്റഡ് വാല്യൂ കൊണ്ട് ഇപ്പോൾ കാൽക്കുലേഷൻ ഓഫ് കൈ സ്ക്വയർ നമ്മൾ സോൾവ് ചെയ്ത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന V എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ശരിക്കും പറഞ്ഞാൽ കോളം -1 ഇൻറ്റു R-1 ആണ് ഇതിൻ്റെ ഫോർമുല. സോ ഇവിടെ നമ്മൾ എത്ര കോളം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ടാബ്ലർ ഫോമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കോളമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ 2 റോയ്സും ഉണ്ട്. സോ 2 കോളം -1 ഇൻറ്റു 2 റോ -1. സോ എത്ര കിട്ടണം 1 ഇൻറ്റു 1 ടോട്ടൽ = 1. ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ എക്സ് സ്ക്വയർ = 0.05 ദാറ്റ് = 3.85. ഗൈസ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ആൽഫ വാല്യൂ എന്നാണ്. നമ്മൾ ഈ കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ഫ്രീക്വൻസി എടുക്കേണ്ടത്. അത് എല്ലാ ക്വസ്റ്റ്യനിലും മെയിനായിട്ട് എടുക്കേണ്ടതാണ് 5% ഫ്രീക്വൻസി. ഈ ഒരു ടേബിൾ ഒക്കെ അറിയാം. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഗ്രി ഓഫ് വാല്യൂസ് ആണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഡിഗ്രി ഓഫ് വാല്യൂ എത്രയെന്ന് വെച്ചാൽ 1 ആണ്. 1ൻ്റെ അടുത്ത് കൊടുക്കുന്ന വാല്യൂ ആണ് 3.84. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 3.84 എന്ന് പറഞ്ഞാൽ. കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും മെജോറിറ്റി ഓഫ് ഇതിലും വരുന്നൊരു ഇതാണ് 5%. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.84 ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇതിനകത്ത് നമുക്ക് എക്സ് സ്ക്വയർ = 3.84 കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയേക്കുന്ന വാല്യൂ എത്രയെന്ന് വെച്ചാൽ 4.72. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോസിസ് ഫെയിൽഡ് ആൻഡ് റിജക്റ്റഡ്. ഹെൻസ് ക്യുനൈൻ ഈസ് യൂസ്ഫുൾ ഇൻ ചെക്കിംഗ് ദ മലേറിയ. അതായത്
ഈ വാല്യൂ കൊണ്ട് മലേറിയ ചെക്ക് ചെയ്യാനായിട്ട് ക്യുനൈൻ യൂസ്ഫുൾ ആണെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതോടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ആയിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഈ എക്സാമ്പിളിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുനൈൻ പോലൊരു മരുന്ന് എത്രത്തോളം എഫക്റ്റീവ് ആവുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ എക്സാമ്പിൾ ചെയ്തത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് ഒബ്സർവ് വാല്യൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കൈസ്ക്വയർ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു, കുറച്ച് സ്റ്റെപ്സ് ചെയ്ത് ഒബ്സർവ് വാല്യൂസ് എല്ലാം എഴുതി, എക്സ്പെക്റ്റഡ് വാല്യൂസ് എഴുതി, കൈസ്ക്വയറിന്റെ ടോട്ടൽ കണ്ടുപിടിച്ച്, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഒരു കൈസ്ക്വയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. സോ ഇതിനകത്ത് ഞാൻ നിങ്ങളത് പറയാൻ പറ്റിയ ഒരു കാര്യമാണ്, അതിനകത്ത് ആൽഫ വാല്യൂ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആൽഫ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.05, അതായത് 5% ഓഫ് ഫ്രീക്വൻസി. നമ്മൾ ടാബുലാർ ഫോമിലുണ്ട്, ടാബുലാർ ഫോമിലല്ല ടാബുലാർ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈസ്ക്വയറിന് മെയിൻ ആയിട്ട് ടേബിൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇപ്പോൾ 1 ആണ് നമുക്ക് കിട്ടിയത്. അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2ന് എത്ര വാല്യൂ എടുക്കണം, ഡിഗ്രി ഓഫ് 3 എത്ര വാല്യൂ എടുക്കണം. അപ്പോൾ ഓരോത്തിനും ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ടാബുലാർ ഫോമിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 3.84 ആണ് ടാബുലാർ ഫോമിലുള്ള മെയിൻ ആയിട്ടുള്ള വാല്യൂസ്. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിയ എത്ര 4.72 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. ദാറ്റ് മീൻസ് 3.84നേക്കാളും വലുതാണ് 4.74. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനേക്കാളും കൂടുതലാണ്. അതേസമയം ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനേക്കാളും കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കറക്റ്റാണ്. അതേസമയം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ കേസ് ഫെയിൽ ആയത്. ഈ കേസ് എന്നല്ല, ഏത് കേസ് ആണെങ്കിലും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനേക്കാളും കൂടുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എങ്കിൽ അത് ഫെയിൽഡ് ആവും. അതേസമയം ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനേക്കാളും താഴെയാണ് നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ അത് ട്രൂ ആവുകയും ചെയ്യും, അതായിട്ട് ആക്ട് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ കൈസ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡന്റ് ആട്രിബ്യൂട്ട്സിനായിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ തന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോഴേക്കും കൂടുതൽ മനസ്സിലാവും. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ബേസിക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. താങ്ക് യു.